വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കാസർഗോഡ് തലപ്പാടിയിൽ കർണാടക RTC ബസ് നിയന്ത്രണം വിട്ട് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്കും ഓട്ടോയിലും ഇടിച്ചു. 6 പേർക്ക് ദാരുണാന്ത്യം. 3 പേരുടെ നില അതീവ ഗുരുതരം. ഗവർണർ 6 മാസത്തോളം ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയെന്ന് ചീഫ് ജസ്റ്റിസ്. ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ലെന്ന് കേന്ദ്രം. സംസ്ഥാനത്ത് മഴ കനക്കുന്നു. 6 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ. ഗതാഗത നിരോധനം തുടരും. 2038 ഇന്ത്യ ലോകത്തെ രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയായി മാറുമെന്ന് ആഗോള ഓഡിറ്റിംഗ് ഏജൻസിയായ ഏണസ്റ്റ് ആൻഡ് യങ്. ഇന്ത്യക്ക് കരുത്താകുന്നത് സാമ്പത്തിക അടിത്തറയും യുവജനശേഷിയും. ലൈംഗിക ആരോപണങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അന്വേഷിക്കുന്ന സംഘത്തിൽ സൈബർ വിദഗ്ധരും. ക്ലിഫ് ഹൌസിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസിന് നേരെ തീപ്പന്തമെറിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. ഷാഫിയെ തടഞ്ഞ 11 DYFI പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു വിട്ടയച്ചു. കാസർഗോഡ് തലപ്പാടിയിൽ വാഹനാപകടം. നിയന്ത്രണം വിട്ട കർണാടക RTC ബസ് കാത്തിരിക്കുന്ന സ്ഥലത്തേക്ക് ഇടിച്ചു കയറി 6 പേർ മരിച്ചു. ഇന്ന് ഉച്ചയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. മംഗലാപുരത്തേക്ക് പോവുകയായിരുന്ന ബസ്സാണ് നിയന്ത്രണം വിട്ടത്. ഉച്ചയ്ക്ക് 1:45 മഞ്ചേശ്വരം തലപ്പാടിയിൽ 5 സ്ത്രീകൾ ഉൾപ്പെടെ 6 പേരുടെ മരണത്തിനിടയാക്കിയ വൻ അപകടം നടന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട കർണാടക RTC ബസ് തലപ്പാടിയിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയ ശേഷം ഓട്ടോറിക്ഷയിൽ ചെന്നിടിക്കുകയായിരുന്നു. കർണാടക KC റോഡ് സ്വദേശികളായ ഓട്ടോ ഡ്രൈവർ ഹൈദരലി, നഫീസ, അവമ്മ, ഖദീജ, ഹസ്ന, ആയിഷത്ത് ഫിദ എന്നിവരാണ് മരിച്ചത്. സാങ്കേതിക തകരാറാണോ അതോ ബസ് ഡ്രൈവറുടെ അശ്രദ്ധയാണോ അപകടത്തിന് കാരണമായതെന്ന് വ്യക്തമായിട്ടില്ല. അതേസമയം ബ്രേക്ക് ഫെയിലിയർ അപകടത്തിനിടയാക്കിയതെന്ന് സംശയിക്കുന്നു. അപകട വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടുകാരും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. മൃതദേഹങ്ങൾ മഞ്ചേശ്വരം താലൂക്ക് ആശുപത്രി മോർച്ചറി, മംഗളൂരു, ദർലക്കട്ട എന്നിവിടങ്ങളിലെ ആശുപത്രികളിലേക്കും മാറ്റി. ഗുരുതരമായി പരിക്കേറ്റ കാസർഗോഡ് പെരുമ്പള സ്വദേശികളായ ലക്ഷ്മി, സുരേന്ദ്ര എന്നിവരുൾപ്പെടെ 15ഓളം പേരെ മംഗലാപുരത്തെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. അമൃത ന്യൂസ്, കാസർഗോഡ്. താമരശ്ശേരി ചുരത്തിൽ വീണ്ടും ശക്തമായ മണ്ണിടിച്ചിൽ. കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സം നേരിട്ട 9ാം വളവിന് സമീപത്തെ വ്യൂ പോയിന്റിൽ മണ്ണും കല്ലും റോഡിലേക്ക് പതിച്ചു. റോഡിൽ ശക്തമായ മഴവെള്ളപ്പാച്ചിലുള്ളതിനാൽ ഗതാഗത നിരോധനം തുടരാനാണ് തീരുമാനം. രതീഷ് കുഞ്ചത്തൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. താമരശ്ശേരി ചുരത്തിൽ 9ാം വളവ് വ്യൂ പോയിന്റിന് സമീപം കഴിഞ്ഞ ദിവസം മണ്ണിടിച്ചിലിനെ തുടർന്ന് അപകടമുണ്ടായ സ്ഥലത്ത് വീണ്ടും അത്തരത്തിൽ മണ്ണിടിച്ചിലുണ്ടായിരിക്കുകയാണ്. അതേ സ്ഥലത്ത് തന്നെ കഴിഞ്ഞ 2 ദിവസമായി തുടരുന്ന ഗതാഗത തടസ്സം ഇപ്പോഴും തുടരുകയാണ്. എന്തായാലും ഇന്ന് പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഏതായാലും ലക്കിടി പ്രവേശന കവാടത്തിൽ പോലീസ് വടം ഉപയോഗിച്ച ഏതായാലും റോഡിലൂടെയുള്ള വാഹന ഗതാഗതം തടയുകയാണ്. ഇതിലൂടെ ഇനി ഒരു തരത്തിലും, അതായത് ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നവരെ ഗതാഗതം നിരോധിച്ചിരിക്കുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഈ റോഡിൽ അടിഞ്ഞുകൂടിയ പാറക്കല്ലുകൾ ഉൾപ്പെടെ മാറ്റി ഗതാഗതം ഭാഗികമായി പുനഃസ്ഥാപിച്ചിരുന്നു. പക്ഷേ ഇന്ന് പുലർച്ചെ വീണ്ടും ഇത്തരത്തിൽ ഈ അവശിഷ്ടങ്ങൾ, വീണ്ടും പാറക്കല്ലുകൾ റോഡിലേക്ക് പതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ തന്നെയാണ് വീണ്ടും ഉച്ചയോടുകൂടി തന്നെ കാലാവസ്ഥ പ്രതികൂലമായി ശക്തമായ മഴയിൽ കഴിഞ്ഞ ദിവസം ഇടിഞ്ഞ അതേ ഭാഗത്ത് വീണ്ടും കല്ലുകൾ ഉൾപ്പെടെ മണ്ണുകൾ ഉൾപ്പെടെ റോഡിലേക്ക് പതിഞ്ഞ് വീണ്ടും തടസ്സം നേരിട്ടിരിക്കുകയാണ്. ഇപ്പോൾ ആംബുലൻസിന് മാത്രം പോകാനുള്ള ഒരു വഴി മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇനി ഇതുവഴിയുള്ള യാത്ര ഏത് സമയത്തേക്ക് നടത്താൻ സാധിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഏതായാലും പൂർണ്ണമായും ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്തരത്തിൽ ഇവിടെ സംരക്ഷണ വേലിയടക്കം ഇനി കെട്ടേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇനി മഴ ശക്തമായ തുടരുന്ന ഒരു സാഹചര്യത്തിൽ ഏതായാലും നടത്താൻ സാധിക്കില്ല. ഏതായാലും ഇത്തരത്തിൽ ഇന്ന് പ്രധാനമായി
പ്രധാനമായും നമുക്ക് പറയാനുള്ളത്. നിരവധിയായ വാഹനങ്ങൾ ഇപ്പോഴും ചുരം കവാടത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്നുണ്ട്. അവർ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു വാഹനങ്ങൾക്കും നിലവിൽ ഇനി ചുരത്തിലൂടെ യാത്രാ അനുമതി നൽകില്ല എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതേസമയം ഈ ചുരവുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളും നിലനിൽക്കുകയാണ്. കോഴിക്കോട് ജില്ലാ പരിധിയിലാണ് ഈ ചുരം നിൽക്കുന്നത്, 9ാം വളവ്. പക്ഷേ അതേസമയം വയനാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കൂടിയാണ്. അപ്പോൾ രണ്ട് ജില്ലാ ഭരണകൂടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ നാൾ ഇതിന്റെ ചുരവുമായി ബന്ധപ്പെട്ട യാത്രാ തടസ്സം ഇത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകുന്നതിൽ കാര്യമില്ലെന്ന അഭിപ്രായവുമായി ജനപ്രതിനിധികളും രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും സമയബന്ധിതമായി തന്നെ ചുരത്തിലൂടെയുള്ള യാത്രാ ക്ലേശത്തിന് പരിഹാരം കണ്ടെത്തി ഈ തടസ്സങ്ങൾ മാറ്റി വളരെ വേഗത്തിൽ തന്നെ യാത്ര സുഗമമാക്കാനുള്ള നടപടികളിലേക്ക് കടക്കണമെന്ന് ജനപ്രതിനിധി അടക്കം കൽപ്പറ്റ MLA ടി സിദ്ദിഖ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ നിലവിൽ കഴിഞ്ഞ ദിവസം ഈ മണ്ണിടിഞ്ഞ ഭാഗത്ത് വീണ്ടും പാറക്കല്ലുകളും മണ്ണും അടിഞ്ഞുകൂടി വീണ്ടും യാത്രാ തടസ്സം നേരിടുകയാണ്. റോഡിലെ മുഴുവൻ കഴിഞ്ഞ ദിവസം മാറ്റിയ അതേ ഭാഗത്ത് വീണ്ടും മണ്ണിടിഞ്ഞ് നിലവിൽ തടസ്സം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും എമർജൻസി വാഹനം ആംബുലൻസിന് മാത്രം പോകാനുള്ള സൗകര്യം മാത്രമാണ് നിലവിൽ ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും ഇന്ന് നമുക്ക് വളരെ വേഗത്തിൽ പറയാൻ കഴിയുന്ന വാർത്ത എന്ന് പറയുന്നത് നിലവിൽ താമരശ്ശേരി ചുരത്തിലൂടെ യാത്ര അനുവദിക്കുന്നില്ല എന്ന പുതിയ വാർത്തയാണ് നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ളത്. ഏതായാലും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് രണ്ട് ജില്ലാ ഭരണകൂടവും എത്തിച്ചേർന്നിരിക്കുകയാണ്. പോലീസ് ഇപ്പോൾ ചുരത്തിലെ പ്രവേശ കവാടം ഏതായാലും വടം ഉപയോഗിച്ച് ബന്ധിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് ഒരു വാഹനവും ഇനി ആളുകൾക്കോ വാഹനങ്ങൾക്കോ ചുരത്തിലേക്ക് പ്രവേശന അനുമതി ഉണ്ടാകില്ല. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാവുകയാണ്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ സംസ്ഥാനത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. ഈ മാസം 29 വരെയും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. മലയോര തീരദേശ മേഖലയിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. 50 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പുതിയ ന്യൂനമർദ്ദത്തിന് കൂടി സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ വിലയിരുത്തൽ. അമൃത ന്യൂസ്, കോഴിക്കോട്. ഗവർണർ ബില്ലുകൾ 6 മാസത്തോളം തടഞ്ഞുവെക്കുന്നത് ന്യായീകരിക്കാനാകില്ലെന്ന് സുപ്രീം കോടതി. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയെന്ന് ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. അതേസമയം ഒരു ഭരണഘടനാ സ്ഥാപനം ചുമതല നിർവഹിക്കുന്നില്ലെങ്കിൽ മറ്റൊരു ഭരണഘടനാ സ്ഥാപനത്തിന് നിർദ്ദേശം നൽകാൻ കഴിയില്ലെന്ന വാദവുമായി കേന്ദ്രം രംഗത്ത് വന്നു. റഫറൻസ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. സംസ്ഥാന നിയമസഭകൾ പാസാക്കുന്ന ബില്ലുകൾ പരിഗണിക്കുമ്പോൾ രാഷ്ട്രപതിക്കും സംസ്ഥാന ഗവർണർമാർക്കും വേണ്ടിയുള്ള സമയക്രമങ്ങളും നടപടിക്രമങ്ങളും സംബന്ധിച്ച രാഷ്ട്രപതിയുടെ റഫറൻസ് കേസ് സുപ്രീം കോടതി പരിഗണിക്കുകയാണ്. ചീഫ് ജസ്റ്റിസ് BR ഗവായ്, ജസ്റ്റിസ് സൂര്യകാന്ത്, ജസ്റ്റിസ് വിക്രം നാഥ്, ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് അതുൽ S ചന്ദൂർക്കർ എന്നിവരടങ്ങുന്ന ഭരണഘടനാ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 143(1) പ്രകാരം രാഷ്ട്രപതി നടത്തിയ പരാമർശം തീരുമാനിക്കുന്നതിനാണ് ബെഞ്ച് രൂപീകരിച്ചത്. ഇത് നിയമപരമായ ചോദ്യങ്ങളിലോ പൊതുപ്രാധാന്യമുള്ള കാര്യങ്ങളിലോ രാഷ്ട്രപതിക്ക് കോടതിയുടെ അഭിപ്രായം തേടാൻ അനുവദിക്കുന്നു. ബില്ലുകളിൽ രാഷ്ട്രപതിക്കും ഗവർണർക്കും തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിച്ച സുപ്രീം കോടതിയുടെ ഏപ്രിൽ 8 വിധിയെ രാഷ്ട്രപതിയുടെ റഫറൻസ് ചോദ്യം ചെയ്യുന്നുണ്ട്. കൂടാതെ ആർട്ടിക്കിൾ 200, അതായത് സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച ഗവർണറുടെ അധികാരങ്ങൾ പ്രകാരം ഗവർണറുടെ നിഷ്ക്രിയത്വം ജുഡീഷ്യൽ അവലോകനത്തിന് വിധേയമാണെന്നും വിധിച്ചു. സംസ്ഥാന നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ തീരുമാനമെടുക്കുന്നതിന് ആർട്ടിക്കിൾ 200 പ്രകാരം സമയപരിധി ഇല്ലാത്തതിനെ അനിശ്ചിതകാല കാലതാമസം അനുവദിക്കുന്നതായി വ്യാഖ്യാനിക്കാൻ കഴിയില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. ഗവർണർ ന്യായമായ സമയത്തിനുള്ളിൽ നടപടിയെടുക്കണമെന്നും ഭരണഘടനാപരമായ മൗനം ജനാധിപത്യ പ്രക്രിയയെ തടസ്സപ്പെടുത്താൻ ഉപയോഗിക്കരുതെന്നും കോടതി നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഗവർണറും മുഖ്യമന്ത്രിയും ഒരേ ഉറയിലെ 2 വാളുകളാകരുതെന്നും കോടതി നിർദ്ദേശിച്ചു. ഗവർണർ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനുമിടയിലെ സുപ്രധാന കണ്ണിയെന്നും ചീഫ് ജസ്റ്റിസ് അഭിപ്രായപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. 2038ഓടെ ഇന്ത്യ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്ന് റിപ്പോർട്ട്. ആഗോള ഓഡിറ്റിംഗ് പ്രമുഖരായ ഏണസ്റ്റ് ആൻഡ് യങ്ങിന്റെ 2025 എക്കോണമി വാച്ച് റിപ്പോർട്ടിലാണ് ഇന്ത്യയുടെ മുന്നേറ്റത്തെക്കുറിച്ച് പറയുന്നത്. GDP
PPP അടിസ്ഥാനത്തിൽ $34.2 ട്രില്യൺ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം കൈവരിക്കാൻ ഇന്ത്യക്ക് കഴിയുമെന്ന് EY റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ വളർച്ചാപാത ജനസംഖ്യാശാസ്ത്രം മാത്രമല്ല, മറിച്ച് ഘടനാപരമായ പരിഷ്കാരങ്ങളും പ്രതിരോധശേഷിയുള്ള അടിസ്ഥാന കാര്യങ്ങളും കൂടി ശക്തിപ്പെടുത്തുന്നുവെന്ന് ഇക്കണോമി വാച്ച് റിപ്പോർട്ടിന്റെ ഓഗസ്റ്റ് ലക്കത്തിൽ പറയുന്നു. ശക്തമായ സാമ്പത്തിക അടിത്തറ, തൊഴിലെടുക്കുന്ന ജനങ്ങളുടെ ഉയർന്ന ശതമാനം, സുസ്ഥിരമായ സാമ്പത്തിക നില എന്നിവ ആഗോളതലത്തിലെ പല അനിശ്ചിതത്വങ്ങൾക്കിടയിലും രാജ്യം ശക്തമായി വളരുന്നതിനുള്ള ഘടകങ്ങളായി പറയുന്നു. ഹ്രസ്വകാലാടിസ്ഥാനത്തിൽ 2030 ആകുമ്പോഴേക്കും ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ $20.7 ട്രില്യൺ റിപ്പോർട്ട് പറയുന്നു. അമേരിക്കൻ താരിഫുകൾ ഉയർത്തുന്ന വെല്ലുവിളികൾ ഇന്ത്യയുടെ GDPയുടെ ഏകദേശം 0.9% ബാധിച്ചേക്കാം. എന്നാൽ കയറ്റുമതിയിലെ വൈവിധ്യവൽക്കരണം, ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കൽ, മറ്റ് രാജ്യങ്ങളുമായും ബ്ലോക്കുകളുമായുള്ള വ്യാപാര പങ്കാളിത്തം മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ഉചിതമായ ഇടപെടലുകളിലൂടെ GDP വളർച്ചയിൽ അവയുടെ ആഘാതം വെറും 0.1% പോയിന്റിൽ പരിമിതപ്പെടുത്താൻ കഴിയുമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. 2047 വികസിത രാജ്യമായി മാറുക എന്നതാണ് ഇന്ത്യയുടെ ലക്ഷ്യം. അത് കൈവരിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മറ്റ് രാജ്യങ്ങൾ കടം വാങ്ങിക്കൂട്ടുമ്പോൾ ഇന്ത്യ സ്വന്തം കടം കുറച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഇന്ത്യയുടെ കടം GDP അനുപാതം 2024 81% നിന്ന് 2030 ആകുമ്പോഴേക്കും 75% എന്ന നിലയിലേക്ക് കുത്തനെ കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. US, ചൈന, ജർമ്മനി, ജപ്പാൻ തുടങ്ങിയ വലിയ സമ്പദ് വ്യവസ്ഥകൾക്ക് നേരിടേണ്ടി വരുന്ന പല വെല്ലുവിളികൾ ഇന്ത്യക്ക് നേരിടേണ്ടി വരുന്നില്ല എന്നതും രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അനുകൂലമാണ്. 2028 ജർമ്മനിയെ മറികടന്ന് ഇന്ത്യ ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അമേരിക്കൻ താരിഫുകളെ രാജ്യം മറികടക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത TV. പ്രവാസി വിദ്യാർത്ഥികളെ അബാർ രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കി CBSE. UAE ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് CBSE 10ാം ക്ലാസ് +2 പൊതുപരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷന് അബാർ ID ആവശ്യമില്ല. ഇത് സംബന്ധിച്ച സർക്കുലർ ഇന്ത്യയിലെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചു. വിദേശ രാജ്യങ്ങളിലെ സ്കൂളുകൾക്ക് ഇത് സംബന്ധിച്ച സർക്കുലർ ലഭിച്ചതായി വിവിധ സ്കൂൾ അധികൃതർ സ്ഥിരീകരിച്ചു. നാളെ മുതലാണ് CBSE +2 ബോർഡ് പരീക്ഷയുടെ LOC രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത്. അതത് രാജ്യങ്ങളിലെ നിയമങ്ങളും ഭരണപരമായ കാരണങ്ങളും മുൻനിർത്തി വിദേശത്തുള്ള CBSE സ്കൂളുകളെ അബാർ ID രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെന്ന് സർക്കുലറിൽ CBSE വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രാഥമിക തിരിച്ചറിയൽ രേഖയായി അബാർ ID നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് ജനുവരി 24 CBSE സർക്കുലർ ഇറക്കിയത്. ഇതോടെ ഇന്ത്യക്ക് പുറത്തുള്ള സ്കൂളുകളിലും ഇത് ബാധകമാകുമോ എന്നുള്ള ആശങ്ക വിദ്യാർത്ഥികളും മാതാപിതാക്കളും പങ്കുവച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയുള്ള ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ പുറത്ത്. DYSP ബിനുകുമാർ നയിക്കുന്ന അന്വേഷണ സംഘത്തിൽ 2 സൈബർ വിദഗ്ധരും ഉൾപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷത്തിൽ ആരോപണം ഉന്നയിച്ച റിനി, അവന്തിക, ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴിയെടുക്കും. ഇവർ പരാതി നൽകാൻ തയ്യാറായാൽ അതനുസരിച്ച് മുന്നോട്ടു പോകാനാണ് നീക്കം. അതിനുശേഷമാകും രാഹുലിന്റെ മൊഴിയെടുക്കുക. പുറത്തുവന്ന മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ 6 പരാതികളാണ് ലഭിച്ചിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരായ കേസ് കള്ളക്കേസെന്ന് കൊടിക്കുന്നിൽ സുരേഷ് MP. ഇതുവരെ ഇരകളാരും പരാതി നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെ സർക്കാരിന് കള്ളക്കേസ് എടുക്കാനാകുമെന്നും MP ചോദിച്ചു. രാഹുലിന് കോടതിയിൽ നിന്നും നീതി തേടാമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമപരമായി നേരിടേണ്ട വിഷയമാണ് അത്. രാഹുൽ മാങ്കൂട്ടത്തിലാണ്, അദ്ദേഹത്തിനെതിരായിട്ടാണല്ലോ പരാതിയില്ലാതെ കേസെടുത്തിരിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നിയമപരമായി അതിൻ്റെ വശങ്ങൾ നോക്കിയിട്ട് നിയമപരമായി ആ കേസിനെ നേരിടും എന്നാണ് ഞാൻ കരുതുന്നത്. കള്ളക്കേസ് ആരെടുത്താലും ഒരു പരാതിയില്ലാതെ, അതുപോലെ തന്നെ ഒരു തെളിവില്ലാതെ ഒരു കേസ് ആർക്കെതിരെ എടുത്താലും ആ കേസ് എങ്ങനെയാണ് നിലനിൽക്കുന്നത്? അത് കോടതിയിൽ നിലനിൽക്കില്ലല്ലോ. അപ്പോൾ അത് നിയമ പോരാട്ടത്തിലൂടെ ആളെന്ത് ചെയ്യും? നീതി ലഭ്യമാക്കാൻ വേണ്ടി ശ്രമിക്കും. തീർച്ചയായിട്ടും അത് നിയമവിദഗ്ധന്മാരുമായിട്ട് ആലോചിച്ച് അങ്ങനെ ഒരു കേസെടുത്തതിൽ എന്താണ് നിയമപരമായിട്ടുള്ള അതിൻ്റെ സംബന്ധിച്ച് രാഹുൽ മാങ്കൂട്ടമാണ് അത് പറയേണ്ടതും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ അവധി അപേക്ഷ നൽകിയിട്ടില്ലെന്ന് സ്പീക്കർ AN ഷംസീർ. സസ്പെൻഷൻ വിഷയത്തിൽ ഇതുവരെ കത്തൊന്നും കിട്ടിയിട്ടില്ല. കത്ത് കിട്ടിയാൽ വേണ്ടതുപോലെ ചെയ്യും. ജനപ്രതിനിധികൾ മാന്യമായി പെരുമാറണമെന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. പ്രതിഷേധക്കാർക്കെതിരെ ഷാഫി പറമ്പിൽ പ്രതികരിച്ച സംഭവത്തിൽ ജനപ്രതിനിധികൾ പക്വത കാണിക്കണമെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. ഞങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികൾ അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങൾ അവരുടെ ഒബീഡിയൻ്റായി വർക്ക് ചെയ്യേണ്ട ആളുകളാണ്.
അൾട്ടിമേറ്റ് ഡെമോക്രസിയിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ്. അപ്പോൾ ജനം തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികൾ വളരെ ഒബീഡിയൻ്റായി ജനസേവനം നടത്തേണ്ടവരാണ്. അപ്പോൾ ഇപ്പോൾ ഞാൻ പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിച്ചു. പൊതുപ്രവർത്തനത്തിൽ ഇറങ്ങിത്തിരിക്കുമ്പോൾ ജനങ്ങളെ സേവിക്കാനാണ്. അപ്പോൾ ജനങ്ങളെ സേവിക്കേണ്ട നമ്മൾ കാണിക്കേണ്ട ഒരു പക്വതയും പാകതയും നമ്മൾ കാണിക്കണം. ആ രീതിയിൽ ഒബീഡിയൻ്റായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളതാണ്. യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിൽ പ്രവർത്തകർക്കെതിരെ വധശ്രമത്തിന് കേസ്. 8 നേതാക്കൾ ഉൾപ്പെടെ കണ്ടാൽ അറിയാവുന്ന 28 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത്. പോലീസിന് നേരെ തീപ്പന്തമെറിയുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് ക്ലിഫ് ഹൗസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഷാഫി പറമ്പലിന്റെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിയിൽ തടഞ്ഞതും അസഭ്യം പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവത്തിലെ പ്രതിഷേധമായിരുന്നു. ക്ലിഫ് ഹൗസിലേക്ക് പന്തം കൊളുത്തിയായിരുന്നു യൂത്ത് കോൺഗ്രസും മഹിളാ കോൺഗ്രസും പ്രതിഷേധിച്ചത്. മാർച്ച് അക്രമാസക്തമായി പോലീസിനെതിരെ തീപ്പന്തമെറിഞ്ഞ് അപായപ്പെടുത്താൻ ശ്രമിക്കുകയും കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കേസ്. 28 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയിരിക്കുന്നത്. ഇതിൽ 8 പേർ നേതാക്കളും മറ്റ് കണ്ടാലറിയാവുന്ന 20 പേർക്കുമെതിരെയാണ് കേസ്. വധശ്രമത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ പോലീസ് ലാത്തി ചാർജും നടത്തി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഷാഫി പറമ്പിൽ എംപിയുടെ വാഹനം തടഞ്ഞ സംഭവത്തിൽ 11 ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വടകര പോലീസ് അറസ്റ്റ് ചെയ്തു. ബ്ലോക്ക് ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇവരെ പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. പ്രതിഷേധ സൂചകമായി വൈകിട്ട് UDYF നടത്തിയ റോഡ് ഉപരോധത്തിൽ ഗതാഗതം തടസ്സപ്പെടുത്തിയതിന് മറ്റൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഷാഫി പറമ്പിൽ എംപിയെ വടകരയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധിച്ച് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സ്വരാജ് റൗണ്ടിലെ CPM ഫ്ലക്സുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വലിച്ചുകീറി. ഇതോടെ മാർച്ച് നായ്ക്കനാലിൽ വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് പോലീസുകാരുമായി ഉന്തും തള്ളുമുണ്ടായി. പിന്നീട് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചതോടെ പോലീസ് ഇവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. സിറോ മലബാർ സഭയിൽ 4 പുതിയ അതിരൂപതകൾ നിലവിൽ വന്നു. ഫരീദാബാദ്, ഉജ്ജയിൻ, കല്യാൺ, ശംഷാബാദ് എന്നീ രൂപതകളെയാണ് അതിരൂപതകളാക്കി ഉയർത്തിയത്. സിറോ മലബാർ സഭയുടെ സിനഡാണ് 4 രൂപതകളെ അതിരൂപതകളാക്കി ഉയർത്തിയതും അവയ്ക്ക് മെത്രാപ്പൊലിത്തമാരെ നിയമിച്ചതും. ഫരീദാബാദിൽ മാർ കുര്യാക്കോസ് ഭരണികുളങ്ങരയും, ഉജ്ജയിനിൽ മാർ സെബാസ്റ്റ്യൻ വടക്കേലും, കല്യാണിൽ മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കലും, ശംഷാബാദിൽ മാർ പ്രിൻസ് ആന്റണി പാണങ്ങാടനുമാണ് മെത്രാപ്പൊലിത്തന്മാർ. 12 എപ്പാർക്കികളുടെ അതിർത്തികളും പുനഃസംഘടിപ്പിച്ചു. മുൻപ് ശംഷാബാദ് എപ്പാർക്കിയുടെ ഭാഗമായിരുന്ന ചില പ്രദേശങ്ങൾ മറ്റ് 11 എപ്പാർക്കികൾക്ക് പുനർവിതരണം ചെയ്തു. തൃശൂർ അതിരൂപതയുടെ സഫ്രഗൻ എപ്പാർക്കിയായി ഹോസൂർ എപ്പാർക്കിയെ പുതിയതായി ഉൾപ്പെടുത്തി. കാസർഗോഡ് അമ്പലത്തറയിൽ നാടിനെ നടുക്കി കൂട്ട ആത്മഹത്യ. ഒരു കുടുംബത്തിലെ 3 പേരെ ആസിഡ് ഒഴിച്ചു മരിച്ച നിലയിൽ കണ്ടെത്തി. സ്റ്റേഷനറി കട നടത്തുന്ന പറക്കളായി ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് മരിച്ചത്. അമ്പലത്തറ പറക്കളായിലാണ് നാടിനെ നടുക്കിയ സംഭവം. ഒണ്ടാംപുളിക്കാലിലെ ഗോപി, ഭാര്യ ഇന്ദിര, മകൻ രഞ്ജേഷ് എന്നിവരാണ് ആസിഡ് കുടിച്ച് ജീവനൊടുക്കിയത്. ഇളയ മകൻ രാകേഷ് പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര വിഭാഗത്തിൽ ചികിത്സയിലാണ്. സ്റ്റേഷനറി കട നടത്തുകയായിരുന്ന ഗോപി കടുത്ത സാമ്പത്തിക ബാധ്യതയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. പുലർച്ചെ ആസിഡ് കഴിച്ച ഉടൻ ഇവർ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു. പിന്നീട് അവശനിലയിൽ കണ്ടെത്തിയ ഇവരെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ഗോപി സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഇന്ദിരയും മകൻ രഞ്ജേഷും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകവെയാണ് മരണപ്പെട്ടത്. രഞ്ജേഷ് വിദേശത്ത് നിന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തി കാഞ്ഞങ്ങാട്ടെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത അമ്പലത്തറ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. അമൃത ന്യൂസ്, കാസർഗോഡ്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ശസ്ത്രക്രിയയിൽ വന്ന ഗുരുതര വീഴ്ച സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം പുറത്ത്. ശസ്ത്രക്രിയ നടത്തിയ ജനറൽ ആശുപത്രിയിലെ ഡോക്ടറായ രാജീവ് കുമാറിന്റെ ശബ്ദ സന്ദേശമാണ് പുറത്തുവന്നത്. ചികിത്സാ പിഴവ് സംഭവിച്ചതിൽ DMO റിപ്പോർട്ട് തേടി. ശസ്ത്രക്രിയയ്ക്കിടെ നെഞ്ചിൽ സർജിക്കൽ ട്യൂബ് കുടുങ്ങിയെന്ന ആരോപണവുമായി കാട്ടാക്കട സ്വദേശിയായ യുവതി കഴിഞ്ഞ ദിവസമാണ് രംഗത്തെത്തിയത്. തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യുന്നതിനിടെ രോഗിയുടെ ശരീരത്തിൽ കേബിൾ കുടുങ്ങുകയായിരുന്നു. കാട്ടാക്കട സ്വദേശി സുമയ്യ DMOയ്ക്ക് പരാതിയും നൽകി. ഇതിന് പിന്നാലെയാണ് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാർ തനിക്ക് വീഴ്ച പറ്റിയതായി സമ്മതിച്ച ഓഡിയോ സന്ദേശം പുറത്തുവന്നത്.
ഇതിനകത്ത് ഒരു എക്സ്റേ ഇപ്പൊ എടുത്തപ്പോൾ ഒരു ഗൈഡ് വെയർ പോലെ സാധനം അകത്ത് കിടപ്പുണ്ട്. ഗൈഡ് വെയർ എന്ന് വെച്ചാൽ ചെറിയൊരു ത്രെഡ് പോലെ സാധനം ഇട്ടിട്ട് അതിന്റെ പുറത്ത് വീട്ടുന്നത്. അത് എവിടുന്ന ഇട്ടെന്ന് അതെല്ലാം ചെക്ക് ചെയ്ത് വന്നപ്പോൾ ICUവിൽ ഇങ്ങനെ ഒരു മറ്റേ സെൻട്രൽ വെയിൻ ഇട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തോന്നുന്നു വെയിൻ കിട്ടാത്ത ദിവസം അത് ഒരു ഇത് ഇട്ടതായിട്ട് ഒരു റെക്കോർഡിൽ കാണുന്നുണ്ട്. വേറെ എങ്ങും ഇട്ടിട്ടില്ലെന്നാണ് പറഞ്ഞത്. കഴുത്തിലിട്ടിട്ടില്ല, പിന്നെ കയ്യിൽ ഇടാറുണ്ട്. ആർട്ടിസിന് സ്ഥിരം ഇടുന്ന ഒരു സംഭവമാണ്. ഇതെല്ലാം നോക്കിയപ്പോഴും ആദ്യം കാണുന്നത് ഇത് മാത്രമാണ്. അപ്പം ഇവിടുന്നാണെന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ആ സമയത്ത് കിട്ടാറുള്ളപ്പോഴും ഡ്യൂട്ടിയിലുള്ള ഇട്ടതായിട്ടാണ് തോന്നുന്നത്. ഇതിന്റെ നഷ്ടം നമുക്കാണല്ലോ, നമുക്കല്ലേ പ്രശ്നം. മനസ്സിലായി. നിങ്ങളെ ഒരു പറ്റിയൊരു അബദ്ധം അത് വലിയൊരു ഞാനല്ല, എനിക്കിതിനെ കുറിച്ച് അറിവില്ല. ഞാൻ ഇടുന്ന സാധനമല്ല, നമ്മുടെ കാര്യമല്ല, ഇതാണ് ഇട്ടത്. നമ്മുടെ ഇതില് കിടന്നുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഒന്നുകിൽ ആ സമയത്ത് ഡോക്ടർ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ ചോദിക്കുന്നതല്ല, ഇപ്പൊ നമുക്കാണ് പ്രശ്നം. ഇത് മെയിൻ ഉത്തരവാദിത്വം ആരായിരുന്നു അന്ന് ഹോസ്പിറ്റലില്? സംശയമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ ചെയ്തപ്പോൾ ഹോസ്പിറ്റൽ ഉത്തരവാദിത്വം എടുത്തല്ലേ പറ്റുള്ളൂ. കേബിൾ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നിരിക്കുകയാണ്. എക്സ്റേ പരിശോധനയിലാണ് നെഞ്ചിനകത്ത് കേബിൾ കണ്ടെത്തിയത്. 50 സെന്റിമീറ്റർ നീളമുള്ള കേബിളാണ് നെഞ്ചിനകത്ത് കുടുങ്ങിയത്. സംഭവത്തിൽ DMO റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ മൂർച്ഛിച്ച് യുവതി മരിക്കാനിടയായതിനു പിന്നിൽ അക്യൂപങ്ക്ചർ ചികിത്സയെന്നാരോപിച്ച് കുടുംബം രംഗത്തെത്തി. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജറ ക്യാൻസർ മൂലം മരണപ്പെട്ടത്. സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഹാജറയുടെ കുടുംബം ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിൽ MPക്കും പരാതി നൽകി. കുറ്റ്യാടി അടുക്കത്ത് വാഴയിൽ ഹാജറ ശരീരവേദനയെ തുടർന്നാണ് അക്യൂപഞ്ചർ ചികിത്സ തേടിയത്. സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും രോഗിയെ കുറ്റ്യാടിയിലെ വനിതാ അക്യൂപഞ്ചറിസ്റ്റ് ചികിത്സ തുടരുക തന്നെയായിരുന്നുവെന്നാണ് ബന്ധുക്കളുടെ ആരോപണം. അത് വലിയൊരു ടോക്സിൻ തന്നെയാണ് ആ ഭാഗത്ത് അടിഞ്ഞു കൂടിയിട്ടുള്ള. എനിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അതിപ്പോൾ അവരുടെ അടുത്ത് എത്തിക്കണ്ടിട്ടുണ്ടെങ്കിൽ അവരെപ്പോഴും അത് കീറി മുറിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാം. അത് പനിച്ചിട്ട് തന്നെ അല്ലെങ്കിൽ അത് പുറത്തേക്ക് പോയിട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് അത് പുറത്തേക്ക് കളയും. പക്ഷേ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ശരീരത്തിൽ പഴുപ്പ് പൊട്ടിയൊലിച്ചപ്പോഴും രോഗം സുഖപ്പെടുകയാണെന്ന് വിശ്വസിപ്പിച്ചു. പിന്നീട് ഇവരെ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തുള്ള മറ്റൊരു അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രത്തിലേക്ക് വിട്ടു. പച്ചവെള്ളവും 4 അത്തിപ്പഴവുമായിരുന്നു ഇവർ നിർദ്ദേശിച്ച ഭക്ഷണം. 6 മാസം മുൻപ് ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴേക്കും രോഗം 4ാം ഘട്ടം കടന്നു. തുടർന്ന് കോഴിക്കോടും ബംഗളൂരുവിലുമായി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ തേടിയെങ്കിലും ഞായറാഴ്ച രാവിലെ ഹാജറയുടെ മരണം സംഭവിച്ചു. ഈ രോഗം ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഞങ്ങൾ അറിയുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ കാരണക്കാരി എന്ന് പറയാം ഫെമിന എന്നൊരു കുറ്റ്യാടിയിലെ അക്യുപങ്ക്ചർ ഡോക്ടറാണ്. അവിടുന്ന് അവളെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു ഈ അസുഖം സാധാരണഗതിയിൽ ഇങ്ങനെ തന്നെയാണ് മാറ്റുന്നത് നല്ലത്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ നേരത്തെ പോലീസിൽ പരാതി നൽകിയെങ്കിലും ചികിത്സയ്ക്ക് ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസ് ഇവരെ വിട്ടയച്ചു. ഇവർക്ക് ലൈസൻസ് ഇല്ലെന്നും 3 മുതൽ 6 വർഷം വരെ കാലാവധിയുള്ള കോഴ്സ് പൂർത്തിയാക്കിയവർക്ക് മാത്രമേ ചികിത്സിക്കാൻ അർഹതയുള്ളൂവെന്ന നിയമം മറച്ചുവെക്കുകയായിരുന്നുവെന്നും ഹാജറയുടെ കുടുംബം പറയുന്നു. യുവതിയുടെ മരണത്തിന് കാരണക്കാരായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഷാഫി പറമ്പിൽ MPക്കും കുടുംബം നിവേദനം നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പന്തീരാങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. യുവതി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇതോടെ രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9ആയി. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ പന്തീരാങ്കാവ് സ്വദേശിയായ 43-കാരിക്ക് അമീബിക് മസ്തിഷ്ക ജ്വര രോഗലക്ഷണങ്ങളുണ്ടായിരുന്നു. തുടർന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടത്തിയ സ്രവ പരിശോധനയിൽ രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 9ആയി. കോഴിക്കോട് മലപ്പുറം സ്വദേശികളായ 6 പേരും വയനാട് സ്വദേശികളായ 2 പേരുമാണ് രോഗം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ ഓമശ്ശേരിയിൽ നിന്നുള്ള 3 മാസം പ്രായമുള്ള കുട്ടി വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മറ്റുള്ളവരുടെ നിലയിൽ ആശങ്കപ്പെടാനില്ലെന്ന് അധികൃതർ അറിയിച്ചു. അതോടൊപ്പം താമരശ്ശേരിയിൽ രോഗം ബാധിച്ച് മരിച്ച അനയ്യയുടെ മറ്റൊരു സഹോദരനായ 12 വയസ്സുകാരൻ രോഗലക്ഷണങ്ങളുമായി ചികിത്സയിൽ കഴിയുകയാണ്. സംസ്ഥാനത്ത് അമീബിക് രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രതയിലാണ് ആരോഗ്യവകുപ്പ്. അമൃത ന്യൂസ്, കോഴിക്കോട്.
25 വർഷങ്ങൾക്ക് മുൻപ് ഒരു നാടിനെയാകെ പിടിച്ചുലച്ച ദുരന്തമായിരുന്നു കല്ലുവാതുക്കൽ മദ്യദുരന്തം. എന്നാൽ ഇന്ന് കൊല്ലത്തിന് അഭിമാനമാവുകയാണ് കല്ലുവാതുക്കൽ സർക്കാർ LP സ്കൂളിലെ കുരുന്നുകൾ. കേരളം ഞെട്ടിയ ദുരന്തത്തിന്റെ നാട്ടിൽ നിന്ന് ബോധവൽക്കരണ നാടകവുമായി വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ വസതിയിൽ അവരെത്തി. കേരളത്തെ ഞെട്ടിച്ച ഏറ്റവും വലിയ വ്യാജമദ്യ ദുരന്തങ്ങളിലൊന്നായിരുന്നു 2000 ഒക്ടോബർ 21 കൊല്ലം കല്ലുവാതുക്കലിൽ നടന്നത്. ഈ ദുരന്തത്തിൽ 31 പേർ മരിക്കുകയും 6 പേർക്ക് കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്തു. ലഹരിയുലച്ച നാട്ടിൽ നിന്ന് ബോധവൽക്കരണ നാടകവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കല്ലുവാതുക്കൽ സർക്കാർ LP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ലഹരിയുടെ ദോഷവശങ്ങൾ വ്യക്തമാക്കുന്ന നാടകത്തിൽ 25ഓളം വിദ്യാർത്ഥികളാണ് വേഷമിടുന്നത്. പ്രധാനാധ്യാപികയായ അനിതാകുമാരിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ലഹരിക്കെതിരായ നാടകം കുട്ടികൾ പരിശീലിച്ചത്. ഇതിനായി സംവിധായകൻ അനിൽ കാരേറ്റിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് പരിശീലനം നൽകി. കല്ലുവാതുക്കൽ പ്രദേശം എപ്പോഴും നമ്മുടെ മദ്യദുരന്തം നടന്ന നാട് എന്നൊരു പേര് നമുക്ക് ആ പഞ്ചായത്തിലുണ്ട്. നമ്മുടെ സ്കൂള് ലഹരിക്ക് എതിരെ ഒരു ചെറുവിരൽ അനക്കുന്നു. അതായത് നമ്മുടെ കൊച്ചുകുട്ടികൾ വെക്കേഷൻ സമയത്ത് തന്നെ ഇതിന് അവർക്ക് ശില്പശാല നടത്തുകയും പ്രമുഖ നാടകാചാര്യനായ നമ്മുടെ അനിൽ കാരറ്റ് സാർ വന്ന് 3 ദിവസം നമുക്ക് ശില്പശാല കുട്ടികൾക്ക് നാടകം പഠിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിമനോഹരമായത് പഠിക്കുകയും പല വേദികളിലും ഞങ്ങൾ ഈ നാടകം അവതരിപ്പിക്കുകയും വളരെ ജനപിന്തുണ കിട്ടുകയും ചെയ്തു. സ്കൂളിലും മറ്റുമായി പല വേദികളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു. എന്നാൽ ഒരു പൊതുവേദി ലഭിക്കാത്തത് കുട്ടികളെ വിഷമിപ്പിച്ചു. അങ്ങനെ 4ാം ക്ലാസ്സുകാരിയായ ദക്ഷിണ മന്ത്രി അപ്പൂപ്പന് കത്തെഴുതി. ടീച്ചർമാർ ഈ നാടകം പഠിപ്പിക്കാൻ തുടങ്ങിയത് തൊട്ട് പറഞ്ഞിരുന്നു ഒരു വലിയ സ്റ്റേജിൽ തിരുവനന്തപുരത്ത് കളിപ്പിക്കാമെന്ന്. പക്ഷെ ഇതുവരായിട്ടും കളിപ്പിച്ചില്ല. അപ്പോഴത്തേക്ക് ഞാൻ എന്നും ചോദിക്കും. അപ്പം ടീച്ചർമാർ പറഞ്ഞ് ഇത്രയ്ക്ക് വിഷമമാണെങ്കിൽ മന്ത്രി അപ്പൂപ്പന് ഒരു കത്തെഴുതാൻ. അപ്പം ഞാൻ കത്തെഴുതിയതാണ്. പക്ഷെ അന്ന് റീജ ടീച്ചർ വന്നില്ലായിരുന്നു. അപ്പം ഞാൻ ടീച്ചറിന് അയച്ചെടുത്തും ടീച്ചർ ഫേസ്ബുക്കിൽ ഇട്ടു. കത്ത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മന്ത്രി V. ശിവൻകുട്ടി കുട്ടികളെ ഔദ്യോഗിക വസതിയിലേക്ക് ക്ഷണിച്ചത്. കുട്ടികൾക്ക് ഓണാഘോഷ പരിപാടികൾക്കിടയിൽ ഒരു പൊതുവേദി മന്ത്രി ഉറപ്പു നൽകി. മന്ത്രിക്ക് ഓണക്കോടി നൽകിയതിനു ശേഷമാണ് കുട്ടികൾ മടങ്ങിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിശ്വാസിയല്ലാത്ത മുഖ്യമന്ത്രിയുടെ അയ്യപ്പ സംഗമം രാഷ്ട്രീയ നാടകമെന്നും സ്റ്റാലിനെ ക്ഷണിച്ചത് എന്തിനെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. കാറൽ മാർക്സും ദാസ് ക്യാപിറ്റലും പഠിച്ച ഒരു കമ്മ്യൂണിസ്റ്റ് വിദ്വാനാകാൻ താൽപ്പര്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭീഷണിപ്പെടുത്തുന്നതും പേടിപ്പിക്കുന്നതും CPMന്റെ രാഷ്ട്രീയമാണെന്നും അയ്യപ്പ സംഗമത്തിന് സ്റ്റാലിൻ വരാൻ പാടില്ല എന്നത് BJPയുടെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് രാഷ്ട്രീയമായിട്ട് കാണരുത്. ഇത് ആരെ വിഡ്ഢിയാക്കാനാണ് അദ്ദേഹം പറഞ്ഞത്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ എന്താണ്? ഇത് രാഷ്ട്രീയമല്ലെങ്കിൽ ദേവസ്വം ബോർഡ് ചെയർമാൻ അല്ലേ ചെന്നൈ പോകേണ്ടത്? പിന്നെ എന്തിനാണ് സ്റ്റാലിനെ ഇൻവൈറ്റ് ചെയ്യുന്നത്? സ്റ്റാലിൻ എപ്പോഴാണ് അയ്യപ്പൻ ഭക്തനായത്? ഇത് രാഷ്ട്രീയമാണ്. ഇത് രാഷ്ട്രീയമായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. 4 മാസം ഇലക്ഷന് മുമ്പ് ഇത് രാഷ്ട്രീയ നാടകമാണെന്ന് ഞാൻ കൃത്യമായി പറയുന്നു. പമ്പയിൽ നടക്കാനിരിക്കുന്ന അയ്യപ്പ സംഗമം സർക്കാരിന്റെ കപടമുഖം അനാവരണം ചെയ്യുന്നതെന്ന് കുമ്മനം രാജശേഖരൻ. വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തവണയും അധികാരത്തിലെത്താനുള്ള ദുഷ്ടലാക്കാണെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല ക്ഷേത്രത്തിന് വേണ്ടി അയ്യപ്പ ഭക്തന്മാർക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ല എന്ന പച്ചയായ പരമാർത്ഥം എല്ലാ അയ്യപ്പന്മാരിലും വേദന ഉളവാക്കുന്നതാണ്. അയ്യപ്പ സംഗമം എന്ന് പറയുന്ന വൈകാരികമായ ഒരു വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് വോട്ട് തട്ടിപ്പ് നടത്തി അടുത്ത തെരഞ്ഞെടുപ്പിൽ എങ്ങനെയും അധികാരത്തിലേക്ക് വരണം എന്ന ദുഷ്ടലാക്കാണ് ഇതിന്റെ പിന്നിലുള്ളത്. അഗസ്ത്യാർകൂടത്തിൽ നിന്ന് ആദിവാസി വിഭാഗമായ കാണി സമുദായക്കാർ തിരുവിതാംകൂർ രാജകുടുംബത്തിനുള്ള ഓണക്കാഴ്ചയുമായി ഇത്തവണയും എത്തി. വർഷങ്ങളായി നടന്നുവരുന്ന സമ്പ്രദായം കാലം മാറിയിട്ടും മാറാത്ത ആചാരങ്ങളുടെയും പാരമ്പര്യത്തിന്റെയും നേർക്കാഴ്ചയായി.
തിരുവനന്തപുരം ജില്ലയിലെ അഗസ്ത്യാർകൂട വനപ്രദേശം, കന്യാകുമാരി ജില്ലയിലെ പേച്ചിപ്പാറ വനപ്രദേശം, വിവിധ കാണി സെറ്റിൽമെന്റുകൾ എന്നിവിടങ്ങളിലായുള്ള പശ്ചിമഘട്ട വനാന്തരങ്ങളിൽ താമസിച്ചുവരുന്ന കാണി സമുദായക്കാരാണ് എല്ലാ വർഷവും തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിൽ ഓണക്കാഴ്ചയുമായി എത്തുന്നത്. കൊട്ടാരവളപ്പിനുള്ളിലെ പഞ്ചവടിയിൽ നാടുനീങ്ങിയ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയുടെ കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് കാർഷികോത്പന്നങ്ങൾ അടക്കമുള്ള ഓണക്കാഴ്ചയുമായി കാണിക്കാർ രാജകുടുംബാംഗങ്ങളെ സന്ദർശിച്ചത്. വാഴക്കുല, ചെറുതേൻ, കരിക്ക്, ഇഞ്ചി, കുന്തിരിക്കം, കാട്ടുനെല്ലിക്ക, ചേന, മരുന്നുകൾ, കുട്ടകൾ, കരകൗശല വസ്തുക്കൾ എന്നിവയാണ് രാജകുടുംബത്തിന് ഓണക്കാഴ്ചയായി നൽകിയത്. നമ്മൾ കാട് വെട്ടി തീയിട്ട് ചുട്ടുകരിച്ചുള്ള വളത്തിലുള്ള പച്ചക്കറി മുതൽ എല്ലാ സാധനങ്ങളും കൊണ്ടുവരുമായിരുന്നു, ആനക്കൊമ്പ് ഉൾപ്പെടെ. പക്ഷേ ഇന്ന് കാലം മാറി. പക്ഷേ എന്നാലും കൃഷി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും കുറേ സാധനങ്ങളൊക്കെ നമ്മളിവിടെയുള്ള വാഴക്കുല, കരിക്ക്, തേന്. നമ്മൾ വനത്തിൽ നിന്ന് ഈ കാട്ടുമരത്തിൻ്റെ കൊമ്പിലുള്ള തേനെടുത്തിട്ട് അതിങ്ങനെ കൂടായിട്ടാണ് ഇരിക്കുന്നത്. അത് നല്ല മുള നോക്കി വെട്ടിയെടുത്തതിന് ശേഷം ആ തേനിനെ പിഴിഞ്ഞെടുത്തിട്ട് ആ പിഴിഞ്ഞെടുക്കുന്ന തേനിൻ്റെ നമ്മൾ മെഴുകെന്ന് പറയും. ആ മെഴുക് തന്നെ അതിൻ്റെ അടപ്പാക്കിക്കൊണ്ടാണ് അടച്ച് ഇലയിൽ കെട്ടിയാണ് നമ്മൾ ഇവിടെ കൊണ്ട് കാഴ്ചവെക്കുന്നത്. കാട്ടുവള്ളി കൊണ്ടുവന്ന് കൊട്ടാരമുറ്റത്ത് ഓണത്തിന്റെ വരവറിയിച്ച് ഊഞ്ഞാലും കെട്ടും. ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് മുൻപായി ആദിവാസികൾ മലയിറങ്ങി കവടിയാർ കൊട്ടാരത്തിലെത്തും. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഈ പതിവിന്. വർഷത്തിൽ ഒരു തവണ കാണിമൂപ്പന്മാരെല്ലാം കൂടെ കൊട്ടാരത്തിൽ വരും. കൊട്ടാരത്തിൽ വരുന്ന സമയത്ത് നാട്ടിലുള്ള വിശേഷങ്ങൾ കാട്ടിലുള്ളവരടുത്ത് പറയും. കാട്ടുവിശേഷങ്ങൾ നാട്ടിലുള്ള ഇവിടെയുള്ള തിരുമനസിനെ അറിയിക്കും. അങ്ങനെയാണ് ഈ കാഴ്ച അവിടെ ഉണ്ടാക്കുന്ന കാഴ്ച വസ്തുക്കൾ രാജാവിനെ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. അത് ഇന്നും തലമുറകളായിട്ട് ഇങ്ങനെ പകർന്നു വന്ന് കോട്ടൂർ മുണ്ടണി മാടൻ തമ്പുരാൻ ക്ഷേത്ര ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് ഓണക്കാഴ്ചയുമായി എത്തുന്ന നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ചടങ്ങ് തുടരുന്നത്. കാടിന്റെ മക്കൾക്ക് പുതുവസ്ത്രങ്ങളും ഭക്ഷണവും ദക്ഷിണയും നൽകിയാണ് രാജകുടുംബാംഗങ്ങൾ യാത്രയാക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ദി ന്യൂ ഇന്ത്യൻ ടൈംസിന്റെ മികച്ച ക്യാമറാമാനുള്ള സൗത്ത് ഇന്ത്യ മീഡിയ അവാർഡ് അമൃത TV സീനിയർ ക്യാമറാമാൻ P. ശശികാന്തിന് സമ്മാനിച്ചു. ബംഗളൂരു പാലസ് ഗ്രൗണ്ടിൽ നടന്ന അവാർഡ് നൈറ്റിൽ പേജാവർ മഠാധിപതി സ്വാമി വിശ്വപ്രസന്ന തീർത്ഥയാണ് പുരസ്കാരം സമ്മാനിച്ചത്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ന്യൂ മീഡിയ പ്ലാറ്റ്ഫോം വാർത്താ ചാനലുകളിലെ മികച്ച പ്രകടനങ്ങൾക്ക് കഴിഞ്ഞ 7 വർഷങ്ങളായി പുരസ്കാരം നൽകി വരുന്നു. സൗത്ത് ഇന്ത്യയിലെ മികച്ച മാധ്യമപ്രവർത്തകർ ജൂറി അംഗങ്ങളായ വിദഗ്ധ സമിതിയാണ് മികച്ച മാധ്യമപ്രവർത്തകരെ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ISL പുതിയ സീസൺ ഡിസംബറിൽ തുടങ്ങാമെന്ന് ഫുട്ബോൾ ഫെഡറേഷനും FSDLും സുപ്രീം കോടതിയെ അറിയിച്ചു. ഫുട്ബോൾ ഫെഡറേഷനും FSDLും നടത്തിയ ചർച്ചയിൽ ഇത് സംബന്ധിച്ച ധാരണയായി. പുതിയ ടെൻഡറിനുള്ള നടപടികൾ ഒക്ടോബറിൽ തുടങ്ങും. പുതിയ സംഘാടകരെ കണ്ടെത്താനായി കരാർ പുതുക്കാതെ പിന്മാറാൻ തയ്യാറെന്ന് FSDL അറിയിച്ചു.